ഹലോ ഫ്രണ്ട്സ്, ഐ എം ടെക്നീഷ്യൻ ഇൻഫോർമേറ്റീവ് ചാനലിൻ്റെ 11th സ്റ്റേജ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഒരു കഡിലാക് CT5ൻ്റെ സൺറൂഫ് സിസ്റ്റത്തിലെ സൺഷെയ്ഡ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതിനെ കുറിച്ചാണ്. അതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓപ്പറേഷൻ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലെന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സൺറൂഫ് സിസ്റ്റത്തിൽ മെയിനായിട്ടുള്ളത് സൺറൂഫ് ഗ്ലാസ് കൺട്രോൾ മോട്ടർ അല്ലെങ്കിൽ മൊഡ്യൂള്, സൺഷെയ്ഡ് കൺട്രോൾ മോട്ടർ അല്ലെങ്കിൽ അതിൻ്റെ മൊഡ്യൂള്, അതുപോലെ BCM എന്ന യൂണിറ്റ്. ഇതിനെല്ലാം ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്ന ബോഡി കൺട്രോൾ മൊഡ്യൂളാണുള്ളത്. ഇനി അതെങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാം, അതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകും. ഇത് 2022 കാഡിലാക് CT5 എന്ന മോഡലാണ്. ഇത് സൺറൂഫ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സ്വിച്ചാണ്. ഇത് സൺറൂഫ് ഗ്ലാസിൻ്റെ സ്വിച്ചാണ്. അതുപോലെ സൺഷെയ്ഡിൻ്റെ സ്വിച്ച്. ഇത് സൺറൂഫ് ഗ്ലാസിൻ്റെ ടിൽറ്റ് സ്വിച്ചാണ്. ഇത് സൺഷെയ്ഡ് ഓപ്പൺ ആയിരിക്കുന്നതാണ്. ഈ സൺഷെയ്ഡ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സൺഷെയ്ഡിൻ്റെ ബീഡിങ് ആണ്. സൺഷെയ്ഡിൻ്റെ അടിയിൽ അല്ലെങ്കിൽ സൺറൂഫ് ഗ്ലാസിൻ്റെ അടിയിലെ ബീഡിങ് അത് കറക്റ്റായിട്ട് സീറ്റ് ആയിരിക്കണം. ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബീഡിങ്ങിൻ്റെ പോർഷൻ മുകളിലേക്കായിട്ടാണ് സീറ്റ് ആവുന്നത്. ഇത് ബാക്കിലെ, ഇത് ഫ്രണ്ടിലെ. സൺഷെയ്ഡ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് സൺഷെയ്ഡ് ക്ലോസ് ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തു. ഇനി അതേപോലെ സൺറൂഫ് ഗ്ലാസ് ഓപ്പൺ ചെയ്യണം. അതുപോലെ സൺറൂഫ് ഗ്ലാസ് ക്ലോസ് ചെയ്ത് ചെക്ക് ചെയ്യണം. ഈ സമയത്ത് ബീഡിങ്ങിന് എന്തെങ്കിലും ഈ സൺറൂഫ് ഫ്രണ്ട് ഗ്ലാസിൻ്റെ ബീഡിങ് എന്തെങ്കിലും ഊരി വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പറായിട്ട് സീറ്റ് ആയിട്ടില്ല എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം സൺഷെയ്ഡ് ഒരു പ്രാവശ്യം ക്ലോസ് ചെയ്ത് നോക്കുക. സൺഷെയ്ഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എവിടെയും ടച്ച് ആകുന്നില്ല. ബീഡിങ് പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ സൺഷെയ്ഡ് കറക്റ്റായിട്ട് ക്ലോസ് ആകും. ഫിക്സിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് സൺഷെയ്ഡ് അല്ലെ സൺറൂഫ് ഗ്ലാസ് കറക്റ്റായിട്ട് ക്ലോസ് ആകുകയില്ല, ഓപ്പൺ ആകുകയില്ല. BCM അതിനെ ലോക്കാക്കും, വർക്ക് ആകാതിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വാഹനത്തിൻ്റെ സൺറൂഫിൽ നിങ്ങൾക്ക് കാണാം 2 സൺഷെയ്ഡുകളാണ്. ഒന്ന് ഫ്രണ്ട് സൺഷെയ്ഡും പിന്നെ ബാക്ക് റിയർ സൺഷെയ്ഡും. ഈ സൺഷെയ്ഡുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സൺഷെയ്ഡ് മോട്ടർ സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ സൺറൂഫ് ഗ്ലാസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സൺ ഗ്ലാസ് മോട്ടറും സെപ്പറേറ്റ് ഉണ്ട്, അതിനുള്ള മൊഡ്യൂളുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന BCM എന്ന ബോഡി കൺട്രോൾ മൊഡ്യൂൾ എന്ന യൂണിറ്റാണ്, ഇലക്ട്രോണിക്കലിയാണ് കൺട്രോൾ ചെയ്യുന്നത്. സൺഷെയ്ഡ് നോട്ട് വർക്കുന്ന കസ്റ്റമർ കംപ്ലൈൻ്റ് ആയിട്ട് വാഹനം വർക്ക്ഷോപ്പിൽ വന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ സൺഷെയ്ഡിൻ്റെ ഷെയ്ഡിൻ്റെ ലോക്ക് ഇവിടെ നിൽക്കുകയാണ്. ഈ ലോക്ക് പൊട്ടിയിട്ടുണ്ട്, സ്റ്റക്കായിട്ട് പൊട്ടിയതാണ്. ഇതിൻ്റെ ക്ലോത്ത് ഉണ്ട്, ഈ ക്ലോത്തിൽ നിന്ന് ഈ ലോക്ക് വിട്ടു പോകുമ്പോൾ ഇത് പൊട്ടിയിട്ട് ലോക്ക് വിട്ടു പോകുമ്പോഴാണ് ഇങ്ങനെ വർക്ക് ചെയ്യാണ്ട് സ്റ്റക്കായിട്ട് വരുന്നത്. ഇത് സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ സൺറൂഫ് മോട്ടറും വർക്ക് ചെയ്യില്ല, സൺഷെയ്ഡ് മോട്ടറും BCM ഇലക്ട്രോണിക്കലി ലോക്കാക്കും. പിന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്താലേ ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് റിയറിലെ സൺറൂഫ് ഗ്ലാസ്. ഇത് ഫിക്സഡ് ഗ്ലാസ് ആണ്. അതേപോലെ കംപ്ലൈൻ്റ് ആയ റിയറിലെ സൺഷെയ്ഡാണിത്. ഇവിടെ നമുക്കാണിത് ഫ്രണ്ടിലെ സൺറൂഫ് ഗ്ലാസ് ആണ്. ഇത് മൂവ് ചെയ്യുന്ന ഗ്ലാസ് ആണ്. അതേപോലെ ഫ്രണ്ടിലെ സൺഷെയ്ഡാണിത്. ഈ സൺഷെയ്ഡ് നമ്മൾ പുതുതായിട്ട് മാറുമ്പോൾ ഇവിടെ നിങ്ങൾക്കാണിത് ഫ്രണ്ട് സൺഷെയ്ഡ്, ഇത് ബാക്കിലെ റിയർ സൺഷെയ്ഡ്. ഈ സൺഷെയ്ഡ് മാറുമ്പോൾ നമ്മൾ സൺഷെയ്ഡിൻ്റെ ചാനൽ ഇവിടെ കാണാം. ഈ ചാനൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഈ ലോക്കിലേക്ക് കയറ്റി ചെയ്യുക. ലോക്കിലേക്ക് കയറ്റിയിട്ടാണ് കയറ്റിയിട്ട് മെറ്റാലിക് ലോക്ക് ഇടുക. അങ്ങനെയാണ് കറക്റ്റായിട്ട് സീറ്റ് ആവുക. റിയറിലെ സൺഷെയ്ഡ് ലോക്ക് ഇടുമ്പോൾ ഈ സൺഷെയ്ഡിൻ്റെ ചാനൽ ഈ ലോക്കിലേക്ക് കയറ്റിയിട്ടിട്ട് ഈ ലോക്ക് ഇതിൻ്റെ തുണിയിൽ കൂടെ ഒന്ന് മൂവ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ലോക്കാക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സൺഷെയ്ഡ് ഫ്രണ്ടും റിയറും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ
സൺഷെയ്ഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെതർ സ്ട്രിപ്പുകൾ കാണാം. ഇത് LH വെതർ സ്ട്രിപ്പ്, മറ്റേത് RH വെതർ സ്ട്രിപ്പ്. അത് രണ്ടും ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ആദ്യം സൺറൂഫിൻ്റെ ഗ്ലാസ് ഫിറ്റ് ചെയ്യുക. ആദ്യം റിയറിലെ ഗ്ലാസ് ഫിറ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ സ്ക്രൂവിൻ്റെ ലൊക്കേഷൻ കാണാം. അതായത് സ്ക്രൂവിൻ്റെ പഴയ ലൊക്കേഷനിൽ ഫിറ്റ് ചെയ്യുക. അതേപോലെ സൺറൂഫിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ഇവിടെ ലൊക്കേഷൻ കാണാം. ആ സ്ക്രൂവിൻ്റെ ലൊക്കേഷനിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അലൈൻ ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം സൺറൂഫ് ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഉണ്ട്. ആ ലേണിംഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞ പോലെ ആദ്യം റിയറിലെ സൺറൂഫ് ഗ്ലാസ് ഫിക്സ് ചെയ്തു. അതിൻ്റെ ബോൾട്ടെല്ലാം ടോർക്ക് ചെയ്തു. ലെഫ്റ്റും റൈറ്റും ബോൾട്ട് 4 ബോൾട്ട് ടോർക്ക് ചെയ്തു. അതിനുശേഷം ഫ്രണ്ട് സൺറൂഫ് ഗ്ലാസ് വെക്കുക. എന്നിട്ട് ഹാൻഡ് ടൈറ്റ് ചെയ്ത് ഇവിടെ ഇതിൻ്റെ ബോൾട്ടുകളുണ്ട്. സെയിം അതേപോലെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലും ബോൾട്ടുകളുണ്ട്. അത് ടൈറ്റ് ചെയ്യുക. ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ട് റൂഫും സൺറൂഫ് ഗ്ലാസിൻ്റെ വെതർ സ്ട്രിപ്പുണ്ട്. റൂഫിൻ്റെ വെതർ സ്ട്രിപ്പുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോലെ ലേശം ഒന്ന് ഏറ്റവും നല്ലത് പഴയ ബോൾട്ടിൻ്റെ പഴയ പാട് വെച്ച് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലത്. അപ്പോൾ കറക്റ്റ് ലെവലായിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലെ സൺറൂഫ് ഗ്ലാസും ഫിക്സ് ചെയ്തു, റിയറിലെയും ഫിക്സ് ചെയ്തു. ഇപ്പം സൺറൂഫും ഈ റൂഫ് പാനലും തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം ഇത് കറക്റ്റായിരിക്കും. ഒരുപാട് ഗ്യാപ്പ് വരാൻ പറ്റില്ല. ഏകദേശം സെയിം ആയിട്ട് പഴയ ബോൾട്ടിൻ്റെ ഗ്യാപ്പ് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതേപോലെ സെറ്റ് ചെയ്തിട്ട് പിന്നെ വാട്ടർ ലീക്ക് ഉണ്ടോ, പിന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എയർ ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാവുള്ളൂ. ഇപ്പം സെറ്റ് ചെയ്തേക്കുന്ന ഏകദേശം ഓക്കെയാണ്. ഇനി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുണ്ട്. ഇവിടെ നിങ്ങൾക്കാണ് സൺറൂഫ് ബീഡിങ്, സൺറൂഫിൻ്റെ ഐഡിയയിൽ ബീഡിങ് ഉണ്ട്, വെതർ സ്ട്രിപ്പ് ഉണ്ട്. ഈ വെതർ സ്ട്രിപ്പ് നമ്മൾ സൺറൂഫ് അഴിക്കുന്നതിനൊപ്പം നമ്മൾ സൺഷെയ്ഡ് മാറാൻ വേണ്ടി അഴിക്കുകയാണെങ്കിലും ഈ വെതർ സ്ട്രിപ്പ് ആദ്യം ഊരി എടുക്കുക ഇവിടുന്ന്. എന്നാലേ നമുക്ക് സ്ക്രൂ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ വെതർ സ്ട്രിപ്പ് ഉള്ളിലെ ഇന്നർ വെതർ സ്ട്രിപ്പ് ആദ്യം ഊരി എടുത്തിട്ട് സ്ക്രൂ നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ക്രൂവിൻ്റെ ലൊക്കേഷൻ വേണം, അങ്ങനെ സ്ക്രൂ അഴിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും സൺറൂഫിൻ്റെ ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മറക്കാതെ റിയറിലെയും ഫ്രണ്ടിലെയും ഇന്നർ വെതർ സ്ട്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. സൺറൂഫിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ബീഡിങ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്ലൈഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓപ്പറേഷൻ നോക്കുക. ഇതിൻ്റെ ഓപ്പറേഷൻ കറക്റ്റാണെന്ന് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. അതുപോലെ ക്ലോസും ഓപ്പണും ചെയ്ത് നോക്കുക, എല്ലാം ഓക്കെ ആണെന്ന് നോക്കുക. വേറെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല നോക്കുക. പിന്നെ അതേപോലെ സൺഷെയ്ഡ് കറക്റ്റാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. സൺഷെയ്ഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലോസ് ചെയ്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് സൺഷെയ്ഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ സൺഗ്ലാസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് ഇൻസ്പെക്ഷൻ ചെയ്യുക. ഇത് കഡിലാക്ക് CT5ൻ്റെ സൺഷെയ്ഡ് മാറിയ പഴയ പാർട്സാണ്. ഇതിൻ്റെ ബോക്സിനകത്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 84719091 എന്ന പാർട്ട് നമ്പറാണ്. ഇത് സൺറൂഫ് ഗ്ലാസിൻ്റെ റിയറിലെ സൺഷെയ്ഡാണിത്. ഇവിടെ പഴയ പാർട്സ് നിങ്ങൾക്ക് കാണാം. ഇത് വാറണ്ടിയിൽ റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അത് യൂണിറ്റ് സൺഷെയ്ഡാണ്. ഇത് ഡാമേജ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ചാനലാണിത് കാണുന്നത്. അതേപോലെ ഫ്രണ്ടിൽ 84719092 എന്ന പാർട്ട് നമ്പറാണ്. ഫ്രണ്ടിലും റിയറിലും മാറ്റി ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എങ്കിലും ഫ്രണ്ടിലും റിയറും സെപ്പറേറ്റ് പാർട്ട് നമ്പറാണ്. അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇതാണ് അതിൻ്റെ സൺഷെയ്ഡ്, ഫ്രണ്ടിലെയാണ്. ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അത് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലോത്ത് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടും ഈ കൺസേണിന് രണ്ടും ഫ്രണ്ടും റിയറും സൺഷെയ്ഡ് മാറുകയായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, കഡിലാക്ക് CT5ൻ്റെ സൺറൂഫ് കൺട്രോൾ സിസ്റ്റത്തിലെ സൺറൂഫിൻ്റെ സൺഷെയ്ഡ് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന്, എങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യാമെന്ന് കാണിച്ചു തന്നു. അതേപോലെ അതിൻ്റെ സൺറൂഫിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓപ്പറേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു.
അതിലെന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഉണ്ട്, അവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.